ഹലോ, ഇന്ന് നമുക്ക് ഒരു കടലക്കറിയുടെ റെസിപ്പി നോക്കിയാലോ. വളരെ എളുപ്പമാണ് ഈ ഒരു കടലക്കറി ഉണ്ടാക്കാൻ, മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേദിവസം തന്നെ കുതിർത്തിട്ടുള്ള കടല കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കടല വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേവിച്ചെടുക്കുകയാണ്. കുക്കറിൽ ഒരു 4-5 വിസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കടല വേവാനായിട്ട്. കടല വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ വാടി വരുമ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. ഇവിടെ എനിക്ക് അങ്ങനെ കറിവേപ്പില അധികം കിട്ടാറില്ല, പക്ഷേ കിട്ടുമ്പോൾ നല്ലോണം ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ എല്ലാ കറിയിലും കറിവേപ്പില ഉണ്ടാവും. സവാളയൊക്കെ ഇങ്ങനെ വാടി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം മല്ലിപ്പൊടി ഇട്ടു, അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കടല അത് നമുക്ക് ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് ഒന്ന് വറ്റി വരട്ടെ. നമുക്ക് എത്ര ഗ്രേവി വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ കറിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് നാളികേരത്തിൻ്റെ 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം തിളപ്പിക്കാനായിട്ട് പാടില്ല. നമുക്കറിയാലോ, നാളികേരപ്പാൽ ഒഴിച്ചിട്ട് അധികം തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകുന്ന അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാവണുള്ളൂ, അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാൻ കേട്ടോ. ഇനി നമുക്ക് കറി താളിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചിട്ട് കറിയിൽ ചേർത്ത് കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു കറി. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ.